കൈകളിലും കാലിലും കെട്ടിയിട്ട് വായിൽ തുണി തിരുകി അക്രമികൾ ക്രൂരമായി മർദ്ദിച്ചു. ദേഹമാസകലം വേദനയാണ്. ഫാദർ ലീനസ് പുത്തൻ വീട്ടിലും ഫാദർ സിൽവിൻ കുളത്തിലും പറഞ്ഞു. ഒഡീഷയിലെ സാമ്പൽപൂർ കുച്ചിണ്ട ചാർവച്ചയിൽ കാർമൽ നികേതൻ ആശ്രമത്തിൽ ആക്രമണത്തിൽ പരിക്കേറ്റ വൈദികൻ മഞ്ഞുമൽ സെയിൻറ്റ് ജോസഫ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മഞ്ഞുമൽ പ്രൊവിഷ്യൽ ഫാദർ അഗസ്റ്റിൻ മുള്ളൂരിൻ്റെ നിർദ്ദേശപ്രകാരം 25-ന് രാത്രിയാണ് ഇരുവരും മഞ്ഞുമൽ ആശുപത്രിയിലെത്തിയത്. ആശ്രമം സുപ്പീരിയറാണ് ഫാദർ സിൽവിൻ. മർദ്ദനമേറ്റ് ഇദ്ദേഹത്തിൻ്റെ പുറം ചതഞ്ഞിരിക്കുന്നതിനാൽ അതീവ വേദനയിലാണ് ഇദ്ദേഹം. മലർന്നു കിടക്കാൻ പറ്റില്ല. മെയ് 23-ന് പുലർച്ചെ 1:30-യാണ് അക്രമ സംഘം എത്തിയത്. 7 പേരാണ് മുറികളിലെത്തിയത്. 4 പേർ പുറത്തു നിൽക്കുകയായിരുന്നു. പണം ചോദിക്കുകയായിരുന്നു അക്രമം. 30,000 രൂപയും പ്രിന്ററും പിയാനോയും അക്രമികൾ കൊണ്ടുപോവുകയും ചെയ്തു. അവർ പറഞ്ഞു, ആശ്രമത്തിലെ നായ്ക്കൾ കുരയ്ക്കുന്നത് കേട്ടാണ് വാതിൽ തുറന്ന് പുറത്തിറങ്ങിയത്. ഫാദർ സിൽവിൻ വ്യക്തമാക്കി. അക്രമികൾ മുഖത്ത് അടിച്ചു വീഴ്ത്തി. പിന്നീട് കമഴ്ത്തിക്കിടത്തി ഒരാൾ കാലുകളിലും മറ്റൊരാൾ ചുമലിലും അമർത്തിപ്പിടിച്ച് പുറകുവശത്ത് മരത്തടി കൊണ്ട് അടിക്കുകയായിരുന്നുവെന്നും ഫാദർ സിൽവിൻ വ്യക്തമാക്കി. വലിച്ച് മുറിയിൽ കൊണ്ടുവന്ന് പണം ചോദിച്ചു മർദ്ദിച്ചു. 30,000 രൂപ സംഘം കൈക്കലാക്കി. വായിൽ തുണി തിരുകി കൂടുതൽ പണമുണ്ടോയെന്ന് ചോദിച്ച് പിന്നെയും മർദ്ദനം നടത്തി. ലാപ്ടോപ്പ് ഉണ്ടായിരുന്നുവെങ്കിലും എടുത്തില്ല. TV നശിപ്പിച്ചു. ഇരുവരുടെയും മുറികളിൽ കൈയും കാലും കെട്ടി വായിൽ തുണി തിരികെയാണ് 4 സംഘം മടങ്ങിയത്. ഫാദർ സിൽവൻ മുട്ടുകുത്തി നിന്ന് കട്ടിലിലെ ക്ലാമ്പിൽ ഉരച്ചാണ് കൈയിലെ കെട്ടഴിച്ചത്. പിന്നീട് ഒച്ച വെച്ചപ്പോൾ സമീപത്ത് താമസിക്കുന്ന പൂജാരി വന്ന് മുറി തുറക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് എത്തിയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ഒഡീഷയിൽ മലയാളി കത്തോലിക്ക വൈദികർക്കെതിരായ ആക്രമണം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയുക്തമാക്കിയിട്ടുണ്ട്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഒഡീഷ മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരുന്നു. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർക്കെതിരായി നടക്കുന്ന അക്രമങ്ങളിൽ ഏറ്റവും ഒടുവിലത്തേതായിരുന്നു ഇത്. ഇത്തരം അക്രമങ്ങൾ തുടർക്കഥയാകുന്നത് നിർഭാഗ്യകരമാണ്. ക്രൈസ്തവ പുരോഹിതരുടെയും ജീവനക്കാരുടെയും ഭരണഘടനാപരമായ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്നും ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ തടയാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ടെന്നും ഉറപ്പുവരുത്താൻ KC വേണുഗോപാൽ മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ ആവശ്യപ്പെടുകയും ചെയ്തു. വൈദികർക്ക് നേരെയുള്ള അക്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരാണ് ക്രിസ്മസും ഈസ്റ്ററും വരുമ്പോൾ കേരളത്തിലെ വീടുകളിൽ കേക്കുമായി എത്തുന്നതെന്നും ക്രൈസ്തവർ സ്ഥിരമായി ആക്രമിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ കോൺഗ്രസ് പ്രതിരോധം തീർക്കുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കി. ആക്രമണത്തിന് വിധേയരായ വൈദികരെ മഞ്ഞുമൽ സെയിൻറ്റ് ജോസഫ് ആശുപത്രി സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്രൈസ്തവർക്കെതിരെ രാജ്യവ്യാപകമായി അക്രമങ്ങൾ പെരുകുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ മാസം ഒഡീഷയിൽ മലയാളി വൈദികന് മർദ്ദനമേറ്റ സംഭവത്തിൽ വൈദികൻ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. ലോക്കൽ പോലീസിലാണ് പരാതി നൽകിയത്. പരാതിയുടെ പകർപ്പ് SP-ക്കും ജില്ലാ കളക്ടർക്കും നൽകി. പള്ളിയിലെത്തി അതിക്രമം കാണിച്ച പോലീസുകാർക്കെതിരെയും പരാതി നൽകിയിട്ടുണ്ട്. മാർച്ച് 22-നാണ് പോലീസ് പള്ളിയിൽ കയറി ഫാദർ ജോഷി ജോർജിനെയും സഹവികാരിയെയും മർദ്ദിച്ചിരുന്നത്. ബഹരാംപൂർ ലത്തീൻ രൂപതയിലെ ജൂബ ഇടവക പള്ളി വികാരി ഫാദർ ജോഷി ജോർജിനെയായിരുന്നു മർദ്ദനമേറ്റിരുന്നത്. സമീപത്തെ ഗ്രാമത്തിൽ നിന്നും കഞ്ചാവ് കണ്ടെത്താനുള്ള പരിശോധനയ്ക്കിടെ ഒഡീഷ പോലീസ് വൈദികനെ പള്ളിയിൽ കയറി മർദ്ദിക്കുകയായിരുന്നു. പോലീസ് ക്രൂരമായി മർദ്ദിച്ചെന്നും പള്ളിയിൽ നിന്നും പണം അപഹരിച്ചെന്നും ഫാദർ ജോഷി ജോർജ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. പാകിസ്ഥാനിൽ നിന്നും വന്ന് മതപരിവർത്തനം നടത്തുന്നുവെന്നുൾപ്പെടെ പറഞ്ഞ് അപമാനിക്കുകയും ചെയ്തു. പരിസരത്തെ ഗ്രാമങ്ങളിൽ നടന്ന കഞ്ചാവ് പരിശോധനയ്ക്കിടെ പോലീസ് പള്ളിയിലേക്ക് കയറി വന്ന് അവിടെ ഉണ്ടായിരുന്ന പെൺകുട്ടികളെ മർദ്ദിക്കാനും തുടങ്ങി. ഇത് ചോദിക്കാൻ ചെന്നപ്പോഴാണ് വൈദികനും സഹവികാരിക്കും ക്രൂരമായി മർദ്ദനമേറ്റത്. പോലീസ് സംഘം പള്ളിയിലെ ഓഫീസിൽ കയറി 40,000 രൂപ അപഹരിച്ചുവെന്നും ഫാദർ ജോഷി ജോർജ് വ്യക്തമാക്കി. ക്രൈസ്തവർക്കെതിരെ ഇപ്പോൾ അന്യസംസ്ഥാനങ്ങളിൽ അതീവ അക്രമങ്ങൾ രൂക്ഷമാവുകയാണ്. ഇതിനെതിരെ പ്രതികരിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ നടപടികൾ സ്വീകരിക്കേണ്ടതും അത്യാവശ്യമാണ്. ഒഡീഷ, ഉത്തർപ്രദേശ് പോലുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ അന്യമതസ്ഥർക്കെതിരെ BJP ഭരണകൂടം വലിയ രീതിയിലുള്ള വർഗീയ സംഘർഷങ്ങൾ രൂപപ്പെടുത്തുന്നതിനുള്ള സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കുകയാണ്. ഇത്തരത്തിലുള്ള വർഗീയ ശക്തി മതത്തിനെതിരെയും അതുപോലെ തന്നെ മതസൗഹാർദ്ദത്തിനെതിരെയും രൂക്ഷമായ രീതിയിലാണ് തമ്മിലടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അക്രമം നിർത്തലാക്കാൻ സർക്കാർ വലിയ രീതിയിൽ പരിശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെയും അതുപോലെ തന്നെ മറ്റ് മതവിശ്വാസികൾക്കെതിരെയും വലിയ രീതിയിൽ അക്രമം അഴിച്ചുവിടുന്നത് ആരാണെങ്കിലും അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തവും
കേന്ദ്ര ഭരണത്തിൻ്റെ കടമ കൂടിയാണ്. അത് ചെയ്യാൻ സർക്കാരും മോദിയും ഇനിയെങ്കിലും പരിശ്രമിക്കണം.